പുതിയ സർക്കാരിലെ ആഭ്യന്തര വകുപ്പിൽ രമേശ് ചെന്നിത്തല പുതിയ പ്രഖ്യാപനം. ഇപ്പോൾ ഓപ്പറേഷൻ കുബേര ആഭ്യന്തരമന്ത്രിയായിരിക്കെ രമേശ് ചെന്നിത്തലയ്ക്ക് വലിയ പേര് നേടിക്കൊടുത്ത പൊതുസമൂഹത്തിൽ വലിയ അക്സെപ്റ്റൻസ് ഉണ്ടാക്കിയ പരിപാടിയായിരുന്നു. ഇപ്പോൾ സമാനമായി മറ്റൊരു നടപടിയിലേക്ക് പുതിയ ആഭ്യന്തരമന്ത്രി കടക്കുകയാണ്. സ്കൂളുകളിലെ ലഹരി ഉപയോഗം തടയാൻ ഓപ്പറേഷൻ തൂഫാൻ പ്രഖ്യാപിക്കുകയാണ് ആഭ്യന്തരമന്ത്രി. ലഹരി വിൽപ്പനയ്ക്കെതിരെ കർശന നടപടിയെടുക്കുമെന്ന് രമേശ് ചെന്നിത്തല അറിയിച്ചു. ജൂൺ 1 ഓപ്പറേഷൻ തുടങ്ങുകയാണ്. SHO സംവിധാനം മാറ്റുന്നത്, പഠിക്കാൻ സമിതി രൂപീകരിച്ചു എന്നടക്കമുള്ള കാര്യങ്ങൾ അദ്ദേഹം ഇന്ന് വിശദീകരിച്ചു. പോലീസ് ട്രെയിനിങ് സിലബസ് പരിഷ്കരിക്കുന്നത് ഉൾപ്പെടെ പോലീസിൽ അടിമുടി മാറ്റം കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നുവെന്നും ആഭ്യന്തരമന്ത്രി ഉന്നതതല യോഗത്തിന് ശേഷം പറഞ്ഞു. പുതിയ ഒരു പദ്ധതി ആരംഭിക്കുകയാണ്. ആ പദ്ധതി ഓപ്പറേഷൻ തുഫാൻ ദ നർക്കോ ഹണ്ട് എന്ന പേരിൽ ഒരു പദ്ധതി കേരള പോലീസ് ആരംഭിക്കുകയാണ്. കേരളത്തിലെ മയക്കുമരുന്നിൻ്റെ വേര് അറക്കുക എന്നുള്ള ലക്ഷ്യത്തോടെ കേരള പോലീസ് വരും ദിവസങ്ങളിൽ അതിശക്തമായ ഓപ്പറേഷൻസ് ആരംഭിക്കാനുള്ള തീരുമാനമാണ് എടുത്തിരിക്കുന്നത്. ഈ ഓപ്പറേഷൻ തുഫാൻ ദ നർക്കോ ഹണ്ട് വിജയിപ്പിക്കാൻ മാധ്യമങ്ങളുടെയും പൊതുജനങ്ങളുടെയും പരമാവധി സഹായം കേരള പോലീസ് ആഗ്രഹിക്കുന്നു. അനന്തകൃഷ്ണനുമായി അനന്തൻ, ഇന്നിപ്പോൾ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ SP റാങ്ക് മുതൽ മുകളിലേക്കുള്ള ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ യോഗത്തിൽ ആഭ്യന്തരമന്ത്രി ആയതിനു ശേഷം ആദ്യമായി രമേശ് ചെന്നിത്തല പങ്കെടുക്കുകയായിരുന്നു. പുതിയൊരു ഓപ്പറേഷൻ പ്രഖ്യാപിക്കുന്നു. അപ്പോൾ ഈ ഓപ്പറേഷൻ കുബേര പോലെ സമാനമായി വലിയ വിപുലമായൊരു ഇനിഷ്യേറ്റീവായി അത് മാറുമോ? എങ്ങനെ ഉദ്ദേശിക്കുന്നു എന്താണ് അദ്ദേഹം പറയുന്നത്? രതീഷ്, രമേശ് ചെന്നിത്തലയ്ക്ക് സംസ്ഥാന ആഭ്യന്തര വകുപ്പിന്റെ ചുമതല ഇത് 2ാം ഊഴമാണ്. നേരത്തെ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് 2.5 വർഷം അദ്ദേഹം ആഭ്യന്തരമന്ത്രിയായിരുന്നു. അതിനുശേഷം ഇപ്പോൾ വീണ്ടും VD സതീശൻ സർക്കാരിൽ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യാനുള്ള അവസരം വന്നിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം ഇന്ന് സംസ്ഥാന പോലീസ് ആസ്ഥാനത്ത് വന്നത്. അവിടെ DGP മുതൽ SP റാങ്ക് വരെയുള്ള മുഴുവൻ ഉദ്യോഗസ്ഥരുടെയും കേരളത്തിലുള്ള മുഴുവൻ IPS ഉദ്യോഗസ്ഥരുടെയും യോഗമാണെന്ന് വിളിച്ചു ചേർത്തത്. ആ യോഗത്തിൽ രമേശ് ചെന്നിത്തല പോലീസ് സേനയുമായി ബന്ധപ്പെട്ട് തൻ്റെ ആശയങ്ങളെല്ലാം അവതരിപ്പിച്ചു. നിലവിൽ പോലീസ് സേന സമൂലമായ ഒരു അഴിച്ചുപണിയാണ് രമേശ് ചെന്നിത്തല ഉദ്ദേശിക്കുന്നതെന്ന് ആ യോഗം കഴിഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായി. അതിനുശേഷം നടത്തിയ വാർത്താ സമ്മേളനത്തിലും അദ്ദേഹം വ്യക്തമാക്കുന്നത് പോലീസിൻ്റെ മുഖച്ഛായ തന്നെ മാറ്റുക എന്നുള്ളതാണ്. നിലവിൽ പോലീസ് സ്റ്റേഷനുമായി ബന്ധപ്പെട്ടൊക്കെ ഒരുപാട് പരാതികളൊക്കെ ഉണ്ട്. അപ്പോൾ ആ പരാതികളൊക്കെ പരിഹരിക്കുന്ന രീതിയിൽ ബേസിക് ആയിട്ടുള്ള അടിസ്ഥാന തലത്തിൽ തന്നെയുള്ള മാറ്റങ്ങളാണ് രമേശ് ചെന്നിത്തല കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത്. അതിനുള്ള നിർദ്ദേശങ്ങളാണ് ഇന്ന് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. അത് പ്രത്യേകിച്ചും പോലീസ് സ്റ്റേഷൻ വൃത്തിയായി സൂക്ഷിക്കുന്നത് അടക്കം, പോലീസ് സ്റ്റേഷനിലെത്തുന്നവരോട് അഭിസംബോധന ചെയ്യുന്ന രീതി അടക്കമുള്ള കാര്യങ്ങളിൽ മാറ്റം വരുത്തണം. നേരത്തെ ജനമൈത്രി പോലീസൊക്കെ ഉണ്ടെങ്കിലും അത് പലപ്പോഴും പാളിപ്പോകുന്ന സിറ്റുവേഷൻ ഉണ്ട്. അപ്പോൾ പാളിപ്പോകാത്ത രീതിയിൽ ഇത് നടപ്പാക്കണമെന്നുള്ള കർശന നിർദ്ദേശമാണ് അദ്ദേഹം നൽകിയിരിക്കുന്നത്. അതിനൊപ്പമാണ് നേരത്തെ നമുക്കറിയാം, രതീഷ് സൂചിപ്പിച്ചു, കഴിഞ്ഞ തവണ ആഭ്യന്തരമന്ത്രിയായിട്ടിരുന്നപ്പോൾ രമേശ് ചെന്നിത്തലയുടെ ഏറ്റവും പൈലറ്റ് പ്രോജക്റ്റ് ആയിരുന്നു ഓപ്പറേഷൻ കുബേര എന്ന് പറയുന്നത്, പലിശക്കാരെ പൂട്ടുക എന്നുള്ളത്, കൊള്ളപ്പലിശക്കാരെ പൂട്ടുക എന്നുള്ളത്. അപ്പോൾ അതിന് സമാനമായി മറ്റൊരു പദ്ധതിയാണ് അദ്ദേഹം ഇത്തവണ പ്രഖ്യാപിക്കുന്നത്. പ്രത്യേകിച്ച് അദ്ദേഹം അധികാരമേറ്റ ഉടനെ നടക്കാൻ പോകുന്നത് സ്കൂൾ തുറപ്പ് അധ്യയന വർഷം തുടങ്ങാൻ പോവുകയാണ്. അപ്പോൾ നമ്മുടെ നാട്ടിൽ വലിയ തോതിൽ ലഹരി വിൽപ്പന വ്യാപകമായിട്ടുണ്ട്. അതിനെ നേരിടാൻ വേണ്ടി ഇപ്പോൾ ഓപ്പറേഷൻ ഡി ഹണ്ടൊക്കെ നടക്കുന്നുണ്ടെങ്കിലും കാര്യക്ഷമമായ രീതിയിൽ ഇപ്പോൾ വലിയ വിപുലമായൊരു പദ്ധതിയാണ് അദ്ദേഹം അവതരിപ്പിച്ചിരിക്കുന്നത്. ഓപ്പറേഷൻ തൂഫാൻ ദ നാർക്കോ ഹണ്ട് എന്നാണ് അതിന് പേരിട്ടിരിക്കുന്നത്. ഓപ്പറേഷൻ തൂഫാൻ എന്ന് പറഞ്ഞാൽ ഓപ്പറേഷൻ കൊടുങ്കാറ്റ്, നാർക്കോ ഹണ്ട് എന്നാണ് പേരിട്ടിരിക്കുന്നത്. അപ്പോൾ അതിനകത്ത് ഈ മയക്കുമരുന്ന് വിൽക്കുന്നവരെ മാത്രമല്ല, ഉപയോഗിക്കുന്നവരെ നിയമ നടപടികൾക്ക് വിധേയമാക്കുക, അതിനൊപ്പം തന്നെ ഇതിൻ്റെ സ്രോതസ്സ് കണ്ടെത്തുക. അത് മറ്റ് സംസ്ഥാനങ്ങളിലാണെങ്കിൽ അവിടുത്തെ പോലീസുമായി ചേർന്ന് അതിനുള്ള പദ്ധതികൾ തയ്യാറാക്കുക, അവരെ കണ്ടെത്തി അടിവേരറക്കാനുള്ള പദ്ധതികൾ തയ്യാറാക്കുക. അതിന് സംസ്ഥാന പോലീസ് മേധാവിയെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. അദ്ദേഹം മറ്റ് സ്റ്റേറ്റുകളിലെ DGPമാരുമായി കൂടിയാലോചിച്ച് അതിനൊരു പദ്ധതി ഉണ്ടാക്കണം എന്നുള്ള നിർദ്ദേശമാണ് മുന്നോട്ട് വെച്ചിരിക്കുന്നത്. അതിന് ഒപ്പം തന്നെയാണ് ഈ പോലീസ് സ്റ്റേഷനുകൾ നേരത്തെ ഉണ്ടായിരുന്ന നമുക്ക് അറിയാം SHOമാരുടെ ചുമതല CIമാർ, അതായത് സ്റ്റേഷൻ ഹൗസ് ഓഫീസർമാരായിട്ട് CIമാർ റാങ്കിലുള്ള ഉദ്യോഗസ്ഥനെ ചുമതലപ്പെടുത്തിയ, ഇൻസ്പെക്ടർ റാങ്കിലുള്ള ഉദ്യോഗസ്ഥനെ ചുമതലപ്പെടുത്തിയത്. അത് പെട്ടെന്നാണ് അങ്ങനൊരു ട്രാൻസിഷൻ സംഭവിച്ചത്. അതിൻ്റെ ബുദ്ധിമുട്ടുകൾ കേരള പോലീസിലുണ്ടായിരുന്നു. പല പോലീസ് സ്റ്റേഷനുകളിലും ഒരുപാട് കേസുകളൊക്കെ ഉള്ള സ്റ്റേഷനുകളിൽ ജോലി സമ്മർദ്ദം കൂടുന്ന സ്ഥിതി ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് പരിഹാരം എന്ന വണ്ണം SI റാങ്കിലുള്ള ഉദ്യോഗസ്ഥന് പോലീസ് സ്റ്റേഷൻ ചാർജ് നൽകുന്നതുമായി ബന്ധപ്പെട്ട ഒരു പുനരാലോചന നടത്താൻ പോവുകയാണ്. അതിനുവേണ്ടി ഒരു പഠന സമിതിയെ, ഒരു 5 അംഗ സമിതിയെ നിയോഗിച്ചിട്ടുണ്ട്. നിലവിൽ ഹെഡ്ക്വാർട്ടേഴ്സ് ADGP S ശ്രീജിത്താണ് ആ പഠന സമിതിയെ നയിക്കുന്നത്. അതിനുശേഷം അദ്ദേഹം 15 ദിവസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കും. അപ്പോൾ ഉടനടി ആ SHOമാരുടെ റാങ്ക് മാറ്റുന്നത് സംബന്ധിച്ചുള്ള നടപടികളിലേക്ക് പോവുകയാണ്. ഏതായാലും രമേശ് ചെന്നിത്തല പൂർണ്ണമായ ഒരു അഴിച്ചുപണിക്ക്, പോലീസ് സ്റ്റേഷനിൽ ഒരു അഴിച്ചുപണിക്ക് തയ്യാറാകുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. ശരി, പൂർണ്ണമായ ഒരു അഴിച്ചുപണിക്ക് തയ്യാറാവുകയാണ് പുതിയ ആഭ്യന്തരമന്ത്രി.